അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അവരെ പരിഹസിക്കാൻ ഇവരെന്താണ്? രണ്ടുപേരും ഒന്നല്ലേ? ഇനി അതിനു പുറമെ ഉറൂസുകളിൽ, ഉത്സവങ്ങളിൽ നടക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നിവിടെ അമറാൻ ശ്രമിച്ചല്ലോ അലവി ല്ലേ? എന്നാ നോക്കിക്കോ, ഈ മാസത്തത് 2007 18-ാം തീയതി 2007 ബുധനാഴ്ച 29 മുതൽ 27 വരെ 29-27 ഞായർ വരെ എന്താണ്? വിഴിഞ്ഞം മുഹീദ്ദീൻ പള്ളിയിൽ ഉറൂസ് മഹാമഹം. എന്താ അവിടെ ഉള്ളത്? കൊടിയേറ്റ്, സമൂഹ പ്രാർത്ഥന, റാത്തി ബാൻഡ്, ഹാരമുട്ട്, ബാൻഡ് മേളം, മെഗാ ഗാനമേള, മെഗാ സൂപ്പർ ഗാനമേള, മെഗാ സൂപ്പർ ഗാനമേള, സൂപ്പർ ഹിറ്റ് ഗാനമേള, പട്ടപ്രദക്ഷിണം, മൗലിദ് പാരായണം, സൂപ്പർ ഹിറ്റ് ഗാനമേള. ഒരു ഗാനമേള നടത്തുന്നാരാ? മെഗാ സൂപ്പർ ഗാനമേള. സിനിമ പിന്നണി ഗായകൻ അലക്സ് ആൻഡ് അഖില ആനന്ദ് ഉണ്ടോ? അപ്പോ സിനിമ പിന്നണി ഗായകൻ അലക്സ് ആൻഡ് ആനന്ദ്, പിന്നെ മൗലിദ് പാരായണം, മെഗാ ഗാനമേള, ഗഹാരമുട്ട്, ദഹരാമുട്ട്, ബാൻഡ് മേളം. ഇങ്ങനെ ബാൻഡ് മേളം ഒക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കുന്നു. അബ്ദുറഹ്മാൻ സഖാഫി മാത്രമല്ല, ഉമർ മൗലവി ഫാദിൽ വഹബി മാത്രമല്ല, ഷാഹുൽ ഹമീദ് സഖാഫി. എവിടെ? ഗാനമേളക്കിടയിൽ വാല് സഖാഫിമാരുടെ പ്രസംഗം. അപ്പൊ പ്രസംഗവും ഗാനമേളയും പ്രസംഗവും ഗാനമേളയും ഉഷാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ബന്ധമില്ല. ഇവരിത് സലഫി വെച്ചിടുമ്പോ തുറക്കം ഞങ്ങൾക്ക് ബന്ധമില്ല. ആഹാ, നിങ്ങൾക്ക് ബന്ധം വരും. 500-ന്റെ തല കാണണം. 500-ന്റെ ആ ബിംബിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോധം വരും. അത് ഞങ്ങൾക്കറിയാം. അത് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഖാഫിമാര് പോയിട്ട് പ്രസംഗിക്കുന്ന ആ ഉറൂസിന് പോലും എന്ത് അതേ ഗാനമേളയും ബഹളവും തീർന്നോ ഇല്ല. ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വിമർശിച്ചല്ലോ അലവി. ഭീമാപള്ളിയിലെ ഉറൂസുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ആരായിരുന്നു ഭീമാപള്ളിയിലെ ഖത്തീബ്? തെക്കൻ കേരളത്തിലെ കാന്തപുരം എന്നറിയപ്പെടുന്ന ഗൾഫ് നാടുകളിൽ ചെന്നാൽ പിരിവിന് വേണ്ടി ഞാൻ കാന്തപുരത്തിന്റെ അനുജനാണെന്ന് കള്ളം പറയുന്ന മുഹമ്മദ് ബാദുഷാ സഖാഫി. ആ ബാദുഷാ സഖാഫി ഖത്തീബായിരുന്ന ഭീമാപള്ളിയിലെ ഉറൂസിന്റെ രംഗം. ആ രംഗം കണ്ടോളൂ. സലഫി ഫെസ്റ്റും നിങ്ങളൊക്കെ ഒരുപോലെ കണ്ടോളൂ. സുന്നത്ത് ജമാഅത്തിന്റെ താലപ്പൊലിയ ജക്കരിയുടെ കമന്റാ, ഉഷാറാവും. സലാം അലൈക്കും യാ ഹബീബ്, സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ നബി, സലാം അലൈക്കും. വളണ്ടിയർ സുന്നത്ത് ജമാഅത്തിന്റെ അതാണ്. കുറ്റ്യാടി ഭാഗത്തുള്ളാന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ സുന്നത്ത് ജമാഅത്ത്. ഭീമാപള്ളി ഉറൂസാണ്. മുസ്ലിംമാര്
ഇതൊക്കെ വെറുതെ നടത്തുന്നതല്ല, അതൊക്കെ ഫത്വന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാ. ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും എന്ന പുസ്തകം ചാലിയാത്തി മെമ്മോറിയൽ ഇറക്കിയതാ. ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ചാലിയാത്തിയുടെ പുസ്തകം, KM മുഹമ്മദ് കോയ, കണ്ടോ പേരോടിന്റെ ആളുകൾ. ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിലൊരു അധ്യായമുണ്ട്. അതിലെന്താ ചോദിക്കുന്നതെന്നറിയോ? ആണും പെണ്ണും കൂടിക്കലരുന്നതിന് തെറ്റുണ്ടോ എന്താ ചോദിക്കുന്നത്. നേർച്ചയിൽ ആണും പെണ്ണും കൂടിക്കലരുന്നു എന്ന് ആക്ഷേപമുണ്ടല്ലോ. അതിനെന്താ മറുപടി എന്നറിയോ? ഒരാൾ തൻ്റെ മകന്റെയോ മകളുടെയോ വിവാഹാടിയന്തരം ആഘോഷപൂർവ്വം നടത്തുന്നുവെന്ന് വെക്കുക. ക്ഷണിക്കപ്പെട്ട അയൽവാസികളും കുടുംബാദികളും സ്നേഹജനങ്ങളുമായി ധാരാളം പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആതിഥേയരുടെ ശ്രദ്ധ അതിഥികളെ സ്വീകരിക്കുന്നതിനും സദ്യ ഏർപ്പാട് ചെയ്യുന്നതിനും മുഴുകിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടെ പങ്കെടുത്തവരിൽപ്പെട്ട ചില യുവതി യുവാക്കൾ തമ്മിൽ അട്ടഹസിച്ചും പൊട്ടിച്ചിരിച്ചും കുത്തുവാക്കൾ പറഞ്ഞും ശൃംഗരിക്കുകയാണ്. കണ്ടോ, ആണും പെണ്ണും കൂടിക്കലർന്ന രംഗം കാണുന്നില്ലേ? അങ്ങനെയൊക്കെ വിവാഹാടിയന്തരത്തിനും സംഭവിക്കുന്ന മൂപ്പര് പറയാൻ പോണത്. ഒരുപക്ഷെ വ്യഭിചാരം തന്നെയും നടന്നെന്നും വരാം. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ഹിതമുള്ളത് കൊണ്ട് വിവാഹാഘോഷങ്ങൾ നടത്തുന്ന അനിസ്ലാമികമാണെന്നോ അനാചാരമാണെന്നോ പറയാനൊക്കുമോ? പാണും പെണ്ണും കൂടിക്കലർന്ന് സത്യം ചെയ്യണ കയറാണെന്നാ പറയുന്നത്. അതിന് കൂടിക്കലർന്ന് നിങ്ങൾ കണ്ടില്ല, മോരും മുതലും കറി വെച്ച പോലെ ഉണ്ട്.